നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 4 ദിനങ്ങളിൽ കുന്നംകുളത്ത് കലയുടെ ആരവം തീർത്ത തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുന്നു. കിരീടം ഉറപ്പിച്ച് തൃശൂർ ഈസ്റ്റ്. വിധി നിർണയത്തെ ചൊല്ലി വ്യാപക പ്രതിഷേധങ്ങൾ. 14-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ പിയാനോ അധ്യാപകന് 29 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് കോടതി. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. ബ്ലാങ്ങാട് ബീച്ചിലും കടലിലും ഫിഷറീസ് വകുപ്പിന്റെയും മുനക്കക്കടവ് തീരദേശ പോലീസിന്റെയും മിന്നൽ പരിശോധന. വള്ളങ്ങളും അനുബന്ധ സാമഗ്രികളും പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. തൃശൂർ ഈസ്റ്റിന് കിരീടം. ആദ്യം കലോത്സവ വിശേഷം. നാല് ദിവസങ്ങളിലായി കച്ചവട നഗരിയിൽ നടന്നുവരുന്ന തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുന്നു. തൃശൂർ ഈസ്റ്റ് കിരീടം ഉറപ്പിച്ചു. ഇന്ന് വിവിധ വേദികളിലായി മത്സരങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരുന്നു. കച്ചവട നഗരിയായ കുന്നംകുളത്തിന് കലയുടെ സുന്ദര കാഴ്ചകൾ സമ്മാനിച്ചാണ് 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങുന്നത്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വിധി നിർണയത്തിൽ അപാകതയെന്ന ആരോപണം. പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഒരു സംഘം വിദ്യാർത്ഥികൾ ഉപരോധിച്ചു. വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് കലോത്സവത്തിന്റെ അവസാന ദിവസം വൈകിട്ടോടെ ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി റഷീദ് എരുമപ്പെട്ടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റഷീദ്, എന്തായിരുന്നു കുട്ടികളുടെ വലിയ പ്രതിഷേധത്തിന് കാരണം? നിലവിലെ സാഹചര്യം എന്താണ്? മത്സരമായിട്ട് ബന്ധപ്പെട്ട വികാരത്തെ 100% ഡീഡി പഠിച്ചിട്ടാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള പ്രശ്നമാണ്. നടപ്പാക്കാൻ അതിന് സാവകാശം ഉണ്ടാവും. നിങ്ങൾ ബഹളം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ടോണി, യോഗ്യതയില്ലാത്ത വിധികർത്താവിനെ ഉപയോഗപ്പെടുത്തി വിധി നിർണയം നടത്തി എന്നുള്ളതാണ് കുട്ടികൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം. ഇതിനെതിരെയാണ് കുട്ടികൾ വലിയ പ്രതിഷേധവുമായി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ടുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധം, അതിനോടൊപ്പം കരച്ചിലും പരാതികളുമായി കുട്ടികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയത്. ഇതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജഹാന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി കുട്ടികളും അതുപോലെ തന്നെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും രക്ഷിതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ DDയെ വിളിച്ചു വരുത്തുകയും DD സ്ഥലത്തെത്തി എസ്കോർട്ടിംഗ് അധ്യാപകരെ വിളിച്ചു വരുത്തി വീണ്ടും DDയുമായി ഒരു ചർച്ച നടത്തി. ഈ ചർച്ചയെ തുടർന്നാണ് അധ്യാപകരെത്തി കുട്ടികളോട് പ്രതിഷേധം അവസാനിപ്പിക്കാൻ പറഞ്ഞത്. നിങ്ങൾ അപ്പീൽ നൽകുക, അപ്പീൽ നൽകി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിലൊരു നടപടി ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് DD ചർച്ചയിൽ അധ്യാപകരോട് അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് കുട്ടികളോട് സംസാരിച്ചത്. നമുക്ക് അപ്പീൽ കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലാണ് കുട്ടികൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് അപ്പീൽ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്. 4 ടീമുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത്. ഈ 4 ടീമും അപ്പീൽ നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിധികർത്താവിനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ മത്സരാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ പരിശീലകരും എസ്കോർട്ടിംഗ് അധ്യാപകരും എല്ലാം ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹത്തിനെ മറ്റു ജില്ലകളിൽ നിന്ന് വിലക്കിയിട്ടുള്ളതാണ് എന്നും ഇദ്ദേഹത്തിൻ്റെ വിധി നിർണയത്തിൽ വലിയ അപാകതയുണ്ടെന്നും ഇവർ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യരും പരിശീലിപ്പിച്ച ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് DD സ്ഥലത്തെത്തി ഈ മത്സരാർത്ഥികളും അതുപോലെ തന്നെ പരിശീലകരും എസ്കോർട്ടിംഗ് അധ്യാപകരുമായി സംസാരിച്ചു. ക്യാമറ വെച്ച് നിരീക്ഷിക്കാമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്നുമാണ് ഉറപ്പ് നൽകിയിരുന്നത്. ഇതിനെ തുടർന്നാണ് ഈ വിധി കർത്താവിനെ തുടരാൻ ഈ മത്സരാർത്ഥികളും അതുപോലെ തന്നെ പരിശീലകരും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം അനുവദിച്ചത്. എന്നാൽ വിധി നിർണയത്തിനിടയിൽ തന്നെ ഇദ്ദേഹം മറ്റു വിധികർത്താക്കളുമായി സംസാരിക്കുകയും കുട്ടികളുടെ പ്രോഗ്രാമുകളെക്കുറിച്ച് നിലവാരമില്ല എന്ന
എന്ന തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമുണ്ട്. ഒരു മത്സരാർത്ഥി വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മത്സര ടീമുകൾ ഓരോ ടീമുകളും മത്സരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഇത് കൊള്ളില്ല, ഇതിന് പോരായ്മയുണ്ട്, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ആംഗ്യ ഭാഷ കാണിക്കുകയും അതുപോലെ തന്നെ മറ്റു വിധികർത്താക്കളുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇതെല്ലാം DDയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതേസമയം അപ്പീൽ നൽകിയാൽ മാത്രമേ എന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയൂ എന്നാണ് DD അറിയിച്ചത്. വീഡിയോ പരിശോധിച്ചുകൊണ്ട് ഈ ഫലപ്രഖ്യാപനം റദ്ദ് ചെയ്യണം എന്നാണ് മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടത്, മറ്റു മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടത്. അതിനുശേഷം വീഡിയോ പരിശോധിച്ച് ഇതിൽ യോഗ്യരായ ടീമിന് ഒന്നാം സ്ഥാനം നൽകാം എന്നുള്ള അഭിപ്രായം അവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനൊന്നും DD തയ്യാറായില്ല. അപ്പീൽ നൽകുക, അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും അതനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് DD അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് സ്കൗട്ടിംഗ് അധ്യാപകരെത്തി ഈ പ്രതിഷേധ സമരം നടത്തിയ മത്സരാർത്ഥികളോട് സംസാരിക്കുകയും അപ്പീൽ നൽകാം എന്ന് പറഞ്ഞ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തത്. ടോണി, നിങ്ങളുടെ ഈ മത്സരമായിട്ട് ബന്ധപ്പെട്ട വികാരത്തെ 100% DD പഠിച്ചിട്ടാണ് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ ആദ്യം മനസ്സിലാവണം. നടപ്പാക്കാൻ അതിന് സാവകാശം ഉണ്ടാവും. നിങ്ങൾ ബഹളം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ വിധി നിർണ്ണയം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടും ഇവർക്കെതിരെയുള്ള പരാതിയാണ്. ഈ വിധികർത്താക്കൾക്കെതിരെ മുൻപ് ഇഷ്ടംപോലെ പരാതിയുണ്ട്. ഇന്ന് രാവിലെ പരാതിയുണ്ട്. DD നേരിട്ട് പോയി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ പരാതി അതിനുവേണ്ടി പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്ത് ചെന്നപ്പോൾ DD അവിടെ പോയി. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്തായാലും അതിന് ഉറപ്പിടുന്നവർ ഇവിടെ ഇരിക്കും, എഴുതി തരണവരെ. 2018 ഒഴിവാക്കിയിട്ടുണ്ട്. കാണിച്ചു കൊടുത്തപ്പോ അവര് പറയാണ് ഇത് ഞങ്ങൾ നോക്കൂല, ഇതല്ല ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വെച്ചുപാട്ടില്ല എന്നാണ് അവര് പറഞ്ഞത്. 2018 ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ഇവർ തകർക്കുന്ന രീതിയിൽ ഒരു പുച്ഛഭാവം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരുപാട് പുച്ഛഭാവമായിരുന്നു അവർ കാണിച്ചത്. വെച്ചുപാട്ട്, ആറന്മുളപ്പാട്ട്, കുട്ടനാടൻ ശൈലി ഇതൊന്നും പാടാമെന്നാണ് 2024 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ജഡ്ജാക്കി കൊണ്ടിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ വിധി നിർണ്ണയത്തിൽ അപാകതയെന്ന് ആരോപിച്ചാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഒരു സംഘം വിദ്യാർത്ഥികൾ വിരോധിച്ചത്. വലിയ തർക്കങ്ങളും പ്രതിഷേധങ്ങളുമാണ് കലോത്സവത്തിന്റെ അവസാന ദിവസം വൈകിട്ട് ഉണ്ടായത്. പിന്നീട് ചർച്ചയിലൂടെയാണ് തർക്കം പരിഹരിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് റഷീദ് എരുമപ്പെട്ടി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിധികർത്താക്കളെ നിയമിച്ചതിൽ അപാകത ആരോപിച്ച് തർക്കം. ജില്ലാ കലോത്സവം വേദി 10 ചിത്രരഞ്ജനിയിൽ മത്സരങ്ങൾ തുടങ്ങാൻ 2 മണിക്കൂർ വൈകി. 9 മണിക്ക് തുടങ്ങേണ്ട വഞ്ചിപ്പാട്ട് മത്സരം 11 മണിക്കാണ് ആരംഭിച്ചത്. മത്സരത്തിന്റെ വിധികർത്താക്കളിൽ ഒരാൾ പ്രാതിനിധ്യം വഹിക്കുന്ന സ്കൂൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മറ്റ് സ്കൂളുകളിലെ അധ്യാപകരും രക്ഷിതാക്കളും രംഗത്തു വന്നതോടുകൂടിയാണ് പ്രശ്നം തർക്കത്തിലെത്തിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് DD ഈ സ്ഥലത്തെത്തുകയും രക്ഷിതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നം രമ്യതയിൽ അവസാനിപ്പിച്ചതിനു ശേഷമാണ് 11 മണിയോടുകൂടി മത്സരം ആരംഭിച്ചത്. ഈ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലയ്ക്ക് മാർക്ക് 100 അപ്പൊ നമ്മള് ആ മാർക്ക് ക്യാൻസൽ ചെയ്ത് 2 പേര് മാത്രം എടുത്ത് നമ്മള് ഏവറേജ് നോക്കി പ്രസ്തുത സ്കൂളിന് കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമാണ് വിധി നിർണ്ണയം ഉറപ്പിക്കുക എന്ന DDയുടെ ഉറപ്പിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. ടീം CCTV.
അഷ്ടധ്വനികൾ നിറഞ്ഞു നിന്ന അറബനമുട്ട് മത്സരം കാണികളെ ആവേശത്തിലാഴ്ത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം സ്വന്തമാക്കി. 8 ധ്വനികളാൽ നിറഞ്ഞ് മണിപ്പ് കൊണ്ട് തുടങ്ങി മണിപ്പ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കുന്നതാണ് അറബനമുട്ടിന്റെ രീതി. ഷാദുലി, റിഫൈൻ റാത്തീബുകളിലെ ബൈത്തുകളും പ്രവാചക പ്രകീർത്തന അറബി ഗാനങ്ങളുമാണ് അറബനമുട്ടിനൊപ്പം ആലപിക്കുന്നത്. ഒന്നാം കാലവും 2ാം കാലവും കടന്ന് മുട്ട് ഭാവമാറ്റങ്ങളിലേക്ക് കടന്നപ്പോൾ അറബനമുട്ട് കാഴ്ചക്കാർക്ക് മികച്ച ആസ്വാദനം നൽകി. അവസാന മണിപ്പിലെ രൗദ്രഭാവത്തിലുള്ള മുറുക്കം കാണികളുടെ ആവേശം വാനോളമുയർത്തി. അറബനമുട്ടിന്റെ തനിമ ചോരാതെയുള്ള പുതുമയുള്ള ശൈലിയാണ് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ജേതാക്കളാക്കിയത്. പഴയ റാത്തീബുകളും അടവുകളുമായിരുന്നു മതിലകത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. പ്രസിദ്ധ മാപ്പിള കലാകാരൻ സാജിൽ മജീദാണ് പരിശീലകൻ. നമുക്ക് ഏറ്റവും വൈകിയാണ് നമ്മൾ തുടങ്ങിയത്. ഒരു 1.5 മാസമാണ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുട്ടികളും ഒപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് സ്കൂളിലെ സാറുമാരും ടീച്ചേഴ്സും അവര് ഇതിനു വേണ്ടി 100% ഡെഡിക്കേഷനോടുകൂടി കുട്ടികളെ ഒരുക്കുകയും നമ്മളില്ലെങ്കിലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തും കുട്ടികൾ അതിനുവേണ്ടി ആത്മാർത്ഥത വേണ്ടിയിട്ട് ചെറിയ മക്കളാണെങ്കിൽ കൂടിയിട്ട് വലിയവരെക്കാട്ടും കൂടുതൽ ഇനീഷ്യേറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അവരെ ഹാർഡ് വർക്ക് തന്നെയാണ് ഈ വിജയത്തിന്റെ നമുക്ക് 50% കൊടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം കുട്ടികളെ. മതിലകം സ്കൂൾ ആദ്യമായിട്ടാണ് അറബനമുട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ജയിക്കാനുള്ള ഇതുണ്ടായി, പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. വേറെ കുറെ ടീമുകളുണ്ടായി, നല്ല നല്ല കളികളായിരുന്നു. ഏകദേശം ടീമിനെ കേട്ടിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. ഞങ്ങളൊരാളിയൊക്കെ തോന്നായി. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങ ഉപജില്ല എനിക്ക് ജില്ലയിൽ ആദ്യമായിട്ടാണ്. പിന്നെ സ്കൂളിലെ വരുത്തം മാറ്റി സ്കൂളിൽ ഇതായിട്ട് അറിയാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പൊ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ ടീച്ചർമാരും പറയണ്ടായി ഈ പ്രാവശ്യം പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റി. എ ഗ്രേഡോട് ഫസ്റ്റ് കിട്ടി. അറബ് ഗാനത്തിൽ 1ാം സ്ഥാനം ലഭിച്ച അഹമ്മദ് മജാദാണ് ബൈത്തുകൾ ആലപിച്ചത്. അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള കഠിനമായ പരിശീലനങ്ങൾക്കൊടുവിലാണ് മത്സരാർത്ഥികൾ തീ പാർന്ന പ്രകടനം കാഴ്ചവെച്ചത്. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് അറബനമുട്ട് മത്സരം അരങ്ങേറിയത്. മുട്ടും രൗദ്രഭാവങ്ങളും കാണികളുടെ ആവേശം വാനോളം ഉയർത്തി. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം റഷീദ് അരിമപ്പെട്ടി. ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നുവരുന്ന അറബിക് കലോത്സവം സമാപിച്ചു. ജനറൽ അറബി ഇനങ്ങളടക്കം UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ ഉൾപ്പെടെ 37 ഇനങ്ങളിലായിരുന്നു മത്സരം. ഹൈസ്കൂൾ വിഭാഗത്തിൽ 4 ഉപജില്ലകൾ 1ാം സ്ഥാനം പങ്കിട്ടു. ചാവക്കാട്, വടക്കാഞ്ചേരി, കുന്നംകുളം, കൊടുങ്ങല്ലൂർ എന്നീ ഉപജില്ലകൾ 95 പോയിന്റ് വീതം സ്വന്തമാക്കിയാണ് 1ാം സ്ഥാനം നേടിയത്. ചേർപ്പ്, മുല്ലശ്ശേരി ഉപജില്ലകൾ 2ാം സ്ഥാനവും തൃശൂർ വെസ്റ്റ് ഉപജില്ല 3ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 8 ഉപജില്ലകൾ 1ാം സ്ഥാനം നേടി. ചേർപ്പ്, കൊടുങ്ങല്ലൂർ, തൃശൂർ വെസ്റ്റ്,
വടക്കാഞ്ചേരി, കുന്നംകുളം, ഇരിങ്ങാലക്കുട, വലപ്പാട്, ചാവക്കാട് എന്നീ ഉപജില്ലകളാണ് ഒന്നാം സ്ഥാനം നേടിയത്. മുല്ലശ്ശേരി ഉപജില്ല രണ്ടാം സ്ഥാനവും തൃശൂർ ഈസ്റ്റ് ഉപജില്ല മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. മത്സരങ്ങൾ വളരെയേറെ നിലവാരം പുലർത്തിയെന്ന് കൺവീനർ അൻവർ മാസ്റ്റർ പറഞ്ഞു. വാദ്യകലകളിൽ മത്സരാർത്ഥികളുടെ പ്രാതിനിധ്യം കുറഞ്ഞു. സദസ്സിലും ജനപങ്കാളിത്തം ശുഷ്കമായി. 15ാം വേദിയായ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലാണ് വാദ്യകല മത്സരങ്ങൾ നടന്നത്. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാഗസ്വര മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 സ്കൂളുകൾ മാത്രമാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ഈ വിഭാഗത്തിൽ ചിറ്റലപ്പള്ളി വാദ്യവിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി MS ഹരിനാഥ് ഒന്നാം സ്ഥാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി വിശ്വജിത്ത് എതിരാളികളില്ലാതെ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മദ്ദളം ഹൈസ്കൂൾ വിഭാഗത്തിൽ 4 ടീമുകൾ മത്സരിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ടീം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലയുടെ അന്തിക്കാട് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണ യാദവ് വിജയിച്ചു. ശ്രീനിജിൽ വലംതലയിലും ശിവാനന്ദ്, സത്യദാസ് എന്നിവർ ഇലത്താളത്തിലും താളമിട്ടു. കലാനിലയം പ്രകാശനാണ് ഇവരെ പരിശീലിപ്പിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം മദ്ദളത്തിൽ മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ KS സിദ്ധാർത്ഥ് വിജയിച്ചു. സിദ്ധാർത്ഥിനൊപ്പം അതുൽ കൃഷ്ണ ഇലത്താളത്തിലും കിഷൻജിത്ത് ചെണ്ടയിലും താളമിട്ടു. രാത്രി 9:30 ഈ വേദിയിലെ മത്സരങ്ങൾ അവസാനിച്ചത്. ടീം CCTV. തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ആഹ്ലാദത്തിലാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കലോത്സവത്തിൽ ഈ വർഷം മുതൽ ഉൾപ്പെടുത്തിയ ഇനങ്ങളിൽ ഒന്നായ മംഗലം കളിയിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്കൂൾ യോഗ്യത നേടിയത്. റഷീദ് രൂപയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. കുയിനോക്കി നടക്കുവാനാരെ കൊണ്ടാവും, കുയിനോക്കി നടക്കുവ കുഴിക്കാരൻ കണ്ണ്, ഒന്നാം മല കേറി പോയെന്താണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്ന ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി. കാതുകുത്ത് കല്യാണം, പന്തലു കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. തുടിയാണ് ഇതിലെ പ്രധാന വാദ്യം. തുളു ഭാഷയിലെ പാട്ടുകളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കുമ 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 മേലാഞ്ചേരി കുമ, കുമ 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 മേലാഞ്ചേരി കുമ, കുമനെ ഒന്ന് മുഴുമ്പോ കുമച്ചിരണ്ട് മുഴുന്നേ, കുമനെ ഒന്ന് മുഴുമ്പോ കുമച്ചിരണ്ട് മുഴുന്നേ, ഓരോരോ കൊല്ലി പയ്യെ പാറിയിരിക്കണു കുമ, ഓരോരോ കൊല്ലി പയ്യെ പാറിയിരിക്കണുകുമ, കുമരിക്കും കല്ലിയിലോ പൊന്നു വിളയണു പോലും. 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് ഗോത്ര നൃത്ത രൂപമായ മംഗലം കളി ഇത്തവണത്തെ റവന്യൂ ജില്ല ഇടം പിടിച്ചത്. ഗോത്രവിഭാഗത്തിന്റെ തനതു ശൈലിയിൽ അവതരിപ്പിച്ച മംഗലം പാട്ട് വലിയ രീതിയിൽ മികവ് പുലർത്തി. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പളി, സതീശൻ കപ്പളി എന്നിവരാണ് പരിശീലകർ. ഞങ്ങൾ GHSS മരത്തങ്കോട് സ്കൂളിലെ കുട്ടികളാണ്. അപ്പോ ഞങ്ങക്ക് ഇപ്പോ ജില്ലയിൽ നിന്ന് മംഗലം കളിക്ക് ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിക്ക് പോവാണ്. അപ്പോ അതിന്റെ ത്രില്ലാണ് ഞങ്ങളെല്ലാരും. അപ്പോ ജിൽജിൽ മൂട് ഞങ്ങൾക്കിപ്പോ ഇത് പഠിപ്പിച്ച സതീഷ് സാറാണ്. അപ്പോ സാർ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അജിത് സാർ, ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. ഇനി അപ്പൊ ഞങ്ങക്ക് സ്റ്റേറ്റിൽ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പോവാണ്. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങളായത്. ടീം CCTV. ഹൈസ്കൂൾ വിഭാഗം കഥകളി സംഗീത മത്സരത്തിൽ 1ാം സ്ഥാനം കീർത്തനയ്ക്ക്. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കീർത്തന സദനം ഹരികുമാറിന്റെ കീഴിൽ 2 വർഷമായി കഥകളി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കുന്നുണ്ട്. ജില്ലാതലത്തിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്തു. സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായിട്ടാണ് യോഗ്യത നേടുന്നത്. അഷ്ടപതി സോപാന സംഗീത കലാകാരി കൂടിയായ കീർത്തന വിവിധയിടങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. മദ്ദള കലാകാരൻ കൊരട്ടിക്കര ബാബു അശ്വതി ദമ്പതികളുടെ മകളാണ്.
ദേവസന്മാ നത്വാ പിന്നിട്ടു ചെന്നു രജതഗിരി വരൂപാന്ത. മലയിറങ്ങി വന്ന മലപുലയാട്ടം കാണികളെയും ഹരം കൊള്ളിച്ചു. ഈ വർഷം മുതലാണ് ഗോത്രകലയായ മലപുലയാട്ടം മത്സരവേദികളിൽ സ്ഥാനം പിടിച്ചത്. പി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയിലെ മലപ്പുലയൻ ആദിവാസി വിഭാഗത്തിന്റെ തനതുകലയായ മലയപ്പുലയാട്ടം പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഉത്സവങ്ങളിൽ മാരിയമ്മൻ, കാളിയമ്മൻ, മീനാക്ഷി എന്നീ ദേവതകളെ ആരാധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾ പരമ്പരാഗത വേഷമണിഞ്ഞാണ് കലോത്സവ വേദിയിലെത്തിയത്. കുഴൽവിളിയോടെ ആട്ടം തുടങ്ങി. ചിക്കുവാദ്യം, ഉറുമി, കിടിമുട്ടി, കുഴൽ, കട്ടവാദ്യം എന്നീ ഉപകരണങ്ങളോടെയുള്ള പക്കമേളത്തിന്റെ അകമ്പടിയോടെ വൃത്താകൃതിയിൽ നിന്ന് കൈകൊട്ടിയും ശരീരം പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചും ആട്ടം മുറുകി. മലപ്പുലയാട്ടത്തിൽ പാട്ടുപാടാറില്ല. കോലുകൾ അടിച്ച് താളമുണ്ടാക്കി താളത്തിന്റെ മുറുക്കത്തിനനുസരിച്ച് നൃത്തത്തിന്റെ വേഗതയും കൂടി വരുന്നു. HS വിഭാഗത്തിൽ OL FHSS മതിലകവും HSS വിഭാഗത്തിൽ HDPS HSS എടത്തിരിഞ്ഞിയും ഒന്നാം സ്ഥാനം നേടി. മാർക്ക് 3 പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുത്ത ടീം കോഡ് നമ്പർ 2. ഇടുക്കി സ്വദേശികളായ ജഗദീശൻ, R ശക്തിവേൽ, K ചന്ദ്രദാസ്, കുമ്മാട്ടിക്കുഴി എന്നിവരുടെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടത്തിയത്. ടീം CCTV. പാട്ടിനൊപ്പം ചുവടുകൾ വെച്ച് മെയ്വഴക്കവും പ്രകടനങ്ങളും കൊണ്ട് സദസ്സിനെ ആവേശം കൊള്ളിച്ച് പൂരക്കളി മത്സരം. ഹൈസ്കൂൾ വിഭാഗത്തിൽ 5 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ടീമുകളുമാണ് പങ്കെടുത്തത്. വാശിയേറിയ പ്രകടനങ്ങളിൽ നിന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ എടത്തിരിച്ചി HDPS HSSും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഫലപ്രഖ്യാപനം അറിഞ്ഞതോടെ വിജയിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ ആശാനെ എടുത്തുപോക്കുന്ന കാഴ്ചയും ഹൃദ്യമായി. ജനാർദ്ദൻ ചെറുവത്തൂർ, കൊടക്കാട് ജനാർദ്ദൻ പണിക്കർ, കരിവള്ളൂർ P രാജൻ പണിക്കർ എന്നിവർ വിധികർത്താക്കളായി. കോഡ് നമ്പർ 2 A ഗ്രേഡ്, കോഡ് നമ്പർ 3 A ഗ്രേഡ്. സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 2. ഭക്തിയും ആവേശവും കാണികൾക്ക് പകർന്നു നൽകി വഞ്ചിപ്പാട്ട് മത്സരം. ബദനി കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം നമ്പർ വേദിയിൽ നടന്ന മത്സരം വള്ളം കളിയുടെ പ്രതീതി സൃഷ്ടിച്ചു. റഷീദ് രൂപപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും അവതരണ മികവ് കൊണ്ട് ശ്രദ്ധ നേടി. ആറന്മുള, കുട്ടനാടൻ എന്നീ 2 ശൈലികളിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത്. കുട്ടനാടൻ ശൈലി ഇടിത്താളവും ആറന്മുള ശൈലി ഭക്തിസാന്ദ്രവുമാണ്. 2 ശൈലികളിലെയും പാട്ട് നദോന്നത വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭൂരിഭാഗം ടീമുകളും ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത്. കൃഷ്ണനെ തും പറഞ്ഞില്ല കേൾക്ക
എന്റെ പ്രാണനാഥേ കുചേലവൃത്തം, ഭീഷ്മപർവം, ബാണയുദ്ധം, രാമായണം തുടങ്ങി പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നു. പാട്ടിന്റെ ശ്രുതി, ലയം, താളം, അക്ഷരശുദ്ധി, വായ്ത്താരി എന്നിവയാണ് മത്സരങ്ങളിലെ പ്രധാന ഘടകങ്ങൾ. ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ കുന്നംകുളം ബദനി കോൺവെന്റ് സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത്. ആദ്യമായാണ് സ്കൂൾ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത്. ഇത്ര നേരം പേടിച്ചിട്ടിരിക്കായിരുന്നു, നല്ല രീതിയില് എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടാ. ലാസ്റ്റ് പാടിയതായാലും ഫസ്റ്റ് പാടിയതായാലും എല്ലാ രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഇവിടെ വെച്ച് ഫസ്റ്റ് കിട്ടി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാണ്. ആലപ്പുഴ സ്വദേശികളായ ജിഷ്ണു, അനന്തു എന്നിവരാണ് പരിശീലകർ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത്. പൊതുവെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ. പക്ഷെ ഒരുപാട് സന്തോഷം, ദൈവത്തിന്റെ അടുത്തിന് നന്ദി പറയുന്നു. ചാലക്കുടി സ്വദേശി വിനയനാണ് പരിശീലകൻ. സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞതിന് ശേഷം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടി കരുതിയിട്ട് തന്നെ മത്സരം ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് തന്നെയുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത്. മികവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ അവർ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ടീം CCTV. ജില്ലാ കലോത്സവ വേദിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപമായ പളിയ നൃത്തം കാണികളെ ആവേശം കൊള്ളിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടത്തിരുത്തി HDP സമാജം സ്കൂളും ഒന്നാമതെത്തി. മത്സര ഇനങ്ങളിൽ ഇത്തവണ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രകലാരൂപമാണ് പളിയ നൃത്തം. ഗോത്രവേഷം ധരിച്ച് തുടികൊട്ടി പാട്ടുമായി മത്സരാർത്ഥികൾ അരങ്ങിൽ ആടിത്തിമർത്തപ്പോൾ സദസ്സിന് പുത്തൻ അനുഭവമായി. ഇടുക്കി ജില്ലയിലെ കുമ്മളിയിൽ അധിവസിക്കുന്ന പളിയർ എന്ന ആദിവാസി ജനവിഭാഗത്തിന്റെ പരമ്പരാഗത നൃത്തരൂപമാണ് പളിയ നൃത്തം. മഴയ്ക്കുവേണ്ടിയും രോഗശമനത്തിനായുമൊക്കെയാണ് ഈ നൃത്തം പരമ്പരാഗതമായി അവതരിപ്പിക്കുന്നത്. പളിയ വിഭാഗം ആരാധിക്കുന്ന അമ്മദൈവമായ എളാത്ത് പളച്ചി എന്ന ദേവതയെ ആരാധിക്കുന്നതിനായി അവതരിപ്പിക്കുന്ന കലാരൂപം മികവോടെ കുട്ടികൾ അരങ്ങിൽ മനോഹരമാക്കി. മുളഞ്ചണ്ടകളിൽ തീർക്കുന്ന താളവും കൂട്ടത്തിൽ നഗരയും പാട്ടിന്റെ പിന്നണിയിൽ ഒടുക്കും, പിന്നെ ഉറുമിയും ജാരയും ജനകയും പശ്ചാത്തല സംഗീതത്തിന്റെ ഉപകരണങ്ങളാൽ വേറിട്ട അനുഭൂതി തീർത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 5ഉം ഹയർ സെക്കൻഡറിയിൽ 2 ടീമുകളും മത്സരത്തിനെത്തി. ഇടുക്കി, കുമളി സ്വദേശികളും നിരവധി മത്സരവേദികളിൽ വിധികർത്താക്കളായിട്ടുള്ള ജീവൻ കൃഷ്ണ, A. അഖിലേഷ്, M. പ്രശാന്ത് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. അതേസമയം ഹയർ സെക്കൻഡറിയിലെ വിധി നിർണയത്തിനെതിരെ തർക്കങ്ങളുണ്ടായി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അപ്പീലും കോടതിയുമായി മുന്നോട്ടു പോകുമെന്നും രണ്ടാമതെത്തിയ സംഘം അറിയിച്ചു. ഫസ്റ്റ് കിട്ടിയ ആൾക്കാരുടെ പഠിപ്പിച്ച മാഷന്മാരാണ് തോന്നുന്നത് എന്റെ പിന്നിൽ നിന്ന്. അവർ പറയാം അവർക്ക് വേറെ ഏതോ സബ് ജില്ലയിൽ വേറെ ഏതോ ഒരു അവർ വന്നിട്ടില്ല, അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അവർ പറയാം നമുക്ക് അതിന് ഫസ്റ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോരായിരുന്നു, ഇവിടെ ഉള്ള ആൾക്കാരല്ലേ. അവർ പറഞ്ഞതാ. ടീം CCTV. മികവോടെ സംസ്കൃതോത്സവം UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 38 ഇനങ്ങളിലായിരുന്നു മത്സരം.
ഒന്നാം ഭാഷയായി സംസ്കൃതം എടുത്തിട്ടുള്ള കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 3 വ്യക്തിഗത ഇനങ്ങളിലും 2 ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുക്കുന്നതിന് പുറമെ ഇതേ അവസരം തന്നെ ജനറൽ വിഭാഗത്തിലും കുട്ടികൾക്ക് ലഭിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. തുള്ളൽ ഇനങ്ങളോട് സാമ്യത പുലർത്തും വിധം ഹാസ്യരസമാർന്നതും സാമൂഹിക വിമർശനം നിറഞ്ഞതുമായ പാടകം പോലെയുള്ള ഇനങ്ങളിൽ വലിയ മത്സര തീവ്രതയോടെയാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ നിർബന്ധം കൊണ്ട് പാഞ്ചാലി അകത്ത് പോയി ആ പാത്രം എടുത്തുകൊണ്ട് പാഞ്ചാലി തരും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ പാത്രം പാഞ്ചാലിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വിവിധ രചനാ മത്സരങ്ങൾ, കൂടിയാട്ടം, കഥാകഥനം, വന്ദേമാതരം, സംഘഗാനം എന്നിവയ്ക്ക് പുറമെ സംസ്കൃത നാടകത്തിലും നല്ല പങ്കാളിത്തവും കാഴ്ചക്കാരുമുണ്ട്. ഇടക്കാലത്ത് സംസ്കൃതോത്സവത്തിൽ മത്സരിക്കുന്നവർ പൊതുവിഭാഗത്തിലെ ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് പരിമിതപ്പെടുത്താനുള്ള നീക്കം നടന്നുവെങ്കിലും ശക്തമായ പ്രതിഷേധം മൂലം ഇത് പിൻവലിക്കുകയായിരുന്നുവെന്ന് അധ്യാപക ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി NA അനുരാഗ് പറഞ്ഞു. ഇടയ്ക്ക് സർക്കാർ തലത്തിൽ ഒരു നീക്കം നടന്നെങ്കിലും ആ നീക്കത്തെ അധ്യാപക ഫെഡറേഷൻ സമരത്തിലൂടെ ആ ഒരു കുട്ടികൾക്കുള്ള അവകാശം കൈവരിക്കാനായിട്ട് വേണ്ട സമരങ്ങൾ നടത്തി നമ്മളത് പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായത് വീണ്ടും. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയുള്ള സാധ്യതകൾ ഒരുക്കി കുട്ടികൾക്ക് മത്സരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ വേദികളിലും മികവാർന്ന പരിപാടിയോടെയാണ് സംസ്കൃതോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആകർഷകമായ രീതിയിൽ തന്നെ വളരെ സ്പർദ്ധയോടുകൂടി തന്നെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ മത്സരിക്കുന്ന കുട്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഭാരതത്തിന്റെ പരമ്പരാഗതവും ദാർശനികവുമായ ആശയവിനിമയ ഭാഷയായ സംസ്കൃതത്തിന് പ്രചാരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് നടക്കുന്ന സംസ്കൃതോത്സവത്തിൽ പ്രൗഢമായ പാരമ്പര്യമുള്ള തൃശൂർ സംസ്ഥാന തലത്തിലും ആ മികവ് ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. ടീം CCTV. ഗോത്രകലകളുടെ അവതരണ വേദിയിൽ കാണികളിൽ ഒരാളായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഈ വർഷം ആദ്യമായി കലോത്സവങ്ങളിൽ ഏർപ്പെടുത്തിയ പളിയ നൃത്തം അരങ്ങേറിയ വേദിയിലാണ് സദസ്യരിൽ ഒരാളായി കമ്മീഷൻ അംഗം എത്തിയത്. കലോത്സവത്തിന്റെ 4ാം ദിനമായ വെള്ളിയാഴ്ച രാത്രി ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സ്കൂളിലെ 9ാം നമ്പർ വേദിയിലാണ് പളിയ നൃത്ത മത്സരം അരങ്ങേറിയത്. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാസു മത്സരം വീക്ഷിക്കാനെത്തിയത്. ചടുലമായ താളത്തിനനുസരിച്ച് കുട്ടികൾ വേദിയിൽ ചുവടുകൾ വെച്ചപ്പോൾ കൈകൊണ്ട് താളം പിടിച്ച് വാസു കലാപ്രകടനം ആസ്വദിച്ചു. ഹൈസ്കൂൾ വിഭാഗം മത്സരം കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരത്തിന്റെ ഇടവേളയിൽ സുഹൃത്തുക്കളായ അധ്യാപകർക്കും മത്സരം വീക്ഷിക്കാനെത്തിയവർക്കുമൊപ്പം ചായ കുടിച്ചും സൗഹൃദം പങ്കുവച്ചും കുട്ടികളുടെ പ്രകടനങ്ങളെക്കുറിച്ച് സംസാരിച്ചും സമയം ചെലവഴിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരം ആരംഭിച്ചപ്പോൾ വീണ്ടും സദസ്സിലെത്തി കാണികളിൽ ഒരാളായി മാറി. കേരളത്തിന്റെ ഗോത്രകലകൾ വിവിധ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ തനത് രൂപത്തിലല്ല കാണികൾക്ക് മുന്നിൽ എത്തുന്നതെന്ന് TK വാസു CCTVയോട് പറഞ്ഞു. ഈ കേരളത്തിൽ ഗോത്രകലകൾ വിവിധ തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തനത് രൂപത്തിലല്ല പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഒരു മത്സരം നടക്കുന്നതോടുകൂടി ഗോത്രകലകളുടെ തനത് രൂപം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. കലോത്സവങ്ങളിൽ ഇത്തരം മത്സരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ കലാരൂപങ്ങളുടെ തനത് രൂപത്തിൽ സംരക്ഷിക്കാൻ സാധിക്കും. സംസ്ഥാന സർക്കാർ ഗോത്രകലകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കലോത്സവങ്ങളിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ മേഖലയിലുള്ള അധ്യാപകർക്ക് മാത്രമേ മത്സരങ്ങളിൽ വിധികർത്താക്കളാകാൻ സാധിക്കൂ. അതുകൊണ്ടുതന്നെ അധ്യാപകർക്കും ഇത് പ്രചോദനമാകും. ഇതൊരു പുതിയ കാൽവെപ്പായി മാറുമെന്നും വാസു വ്യക്തമാക്കി. തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഇവിടെ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികളും ഇപ്പോൾ തയ്യാറാകുന്നു. അതാണ് ഈ മത്സരത്തിൽ എല്ലാ തലത്തിൽ നിന്നുമുള്ള സബ് ജില്ലകളിൽ നിന്നും ജില്ലാ കലോത്സവത്തിലേക്ക് പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നത് ഈ പുതിയത് ആദ്യം ആരംഭിച്ചിട്ടും അതൊരു കാണിക്കുന്നത് ഇതിനെ സ്വീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ വർഷം ഉപജില്ലാ കലോത്സവം മുതലാണ് കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ കലാരൂപമായ മംഗലം കളി, പണിയ നൃത്തം, ഇരുള നൃത്തം, പളിയ നൃത്തം, മലപ്പുലയാട്ടം എന്നിവ
മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയത്. ജില്ലയിലെ എല്ലാ ഉപജില്ലകളിൽ നിന്നും കുട്ടികൾ വളരെ ആവേശപൂർവ്വമാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. അതോടൊപ്പം പറയാനുള്ള പ്രധാന കാര്യം ഈ കലാരൂപങ്ങൾ പഠിക്കാനുള്ള സൗകര്യം കൂടി കുട്ടികൾക്ക് ചെയ്തു നൽകണം എന്നാണ്. എങ്കിൽ മാത്രമേ തനിമ നഷ്ടപ്പെടാതെ അവ അവതരിപ്പിക്കാൻ സാധിക്കൂ. തനത് രീതിയിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടാകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും വാസു കൂട്ടിച്ചേർത്തു. പലപ്പോഴും തനിമ നഷ്ടപ്പെടാതെ തന്നെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാലാണ് അത് ആ രീതിയിൽ തന്നെ നിൽക്കുക. എന്നാൽ ആ തനിമയോടൊപ്പം തന്നെ ആധുനിക സമൂഹത്തിന് കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി അവതരിപ്പിക്കേണ്ടതാണ്. അത് ഗ്രാമീണ മേഖല അല്ലെങ്കിൽ സാധാരണ പുറത്ത് സമൂഹം മാത്രമല്ല അത് മാറ്റി തീർക്കേണ്ടത്. ആ വിഭാഗം തന്നെ അതിനെ നവീകരിക്കാൻ കഴിയുമെങ്കിൽ നവീകരിക്കണം. വരും കാലങ്ങളിൽ കലാമേളകളിൽ ആവേശം നിറയ്ക്കുന്ന മാസ്റ്റർ പീസ് ഇനങ്ങളായി ഗോത്രകലകളുടെ മത്സരം മാറുമെന്നതിൽ തെല്ലും സംശയമില്ല. ടീം CCTV. ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ ഹാട്രിക് നേടിയ സ്നേഹ സംസ്ഥാന തലത്തിലും ഹാട്രിക്കിന് ഒരുങ്ങുകയാണ്. യൂട്യൂബ് വീഡിയോകൾ കണ്ട് സ്വയം പരിശീലിച്ചാണ് ഈ മിടുക്കി ഹാട്രിക് വിജയം സ്വന്തമാക്കിയത്. KV സുബേർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് KS സ്നേഹ. കൈപ്പറമ്പ് സ്വദേശി ഷാജിഷ് ശ്രീവിദ്യാ ദമ്പതികളുടെ മൂത്ത മകളായ സ്നേഹ തുടർച്ചയായ 3ാം തവണയാണ് ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടുന്നത്. കഴിഞ്ഞ 2 തവണയും സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം നേടിയിരുന്നു. പരിശീലകരില്ലാതെയാണ് സ്നേഹ ഈ നേട്ടം കൈവരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് സ്നേഹ മത്സരത്തിനിറങ്ങുന്നത്. ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതോടെ സ്നേഹ അനുകരണകലയിൽ മികവ് കാട്ടി. ബീറ്റ് ബോക്സിംഗിന് പുറമെ 5 വ്യത്യസ്ത ശബ്ദങ്ങളാണ് സ്നേഹയുടെ മാസ്റ്റർ പീസ്. യൂട്യൂബിൽ നിന്നു കണ്ടെത്തിയ ഈ ശബ്ദങ്ങൾ ചിട്ടപ്പെടുത്തിയതും സ്നേഹ തന്നെയാണ്. രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് സ്നേഹ പറഞ്ഞു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ടാണ് മിമിക്രിയിൽ ചേർന്നത്. ബീറ്റ് ബോക്സ് എന്ന് പറയുന്നത് പുതിയ ഐറ്റം ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ഗുരു ഇല്ലാണ്ടാണ് പഠിക്കുന്നത്. സ്വയം തന്നെയാണ് പഠിക്കുന്നത്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അമ്മയും ടീച്ചർമാരെല്ലാം സപ്പോർട്ട് ഉണ്ട്. കഴിഞ്ഞ 2 വർഷവും സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടിയിരുന്നു. ഈ വർഷം എനിക്ക് സ്റ്റേറ്റിൽ പോകണം. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത്. സംസ്ഥാന കലോത്സവത്തിൽ കഴിഞ്ഞ 2 തവണ നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഈ കൊച്ചുമിടുക്കി. ഇതിനായി ഊണിലും ഉറക്കത്തിലും മിമിക്രിയെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ടീം CCTV. ആകെ ഉത്സവത്തിന്റെ പ്രതീതിയിലായിരുന്നു കുന്നംകുളം സീനിയർ ഗ്രൗണ്ട്. കാണികൾ കൊണ്ട് ഈ വേദി നിറഞ്ഞില്ലെങ്കിലും വിവാദങ്ങൾ കൊണ്ടും പരാതികൾ കൊണ്ടും മേളയിലെ വാദ്യങ്ങളുടെ മത്സരവേദി നിറഞ്ഞു കവിഞ്ഞു. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ ചെണ്ടമേളം ആരംഭിച്ചത് മുതൽ തന്നെ പരാതികളും വിവാദങ്ങളും ആരംഭിച്ചിരുന്നു. കലോത്സവത്തിന് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകാറുള്ള പഞ്ചവാദ്യ മത്സരത്തിന് ശുഷ്കമായ സദസ്സായിരുന്നു ഉണ്ടായിരുന്നത്. മേളം കൊട്ടിക്കയറിയപ്പോൾ വേദിയിലെ താളപ്പെരുക്കത്തിന്റെ ആവേശമൊന്നും സദസ്സിലുണ്ടായില്ല. തിമിലയും മദ്ദളവും ഇടക്കയും ഇലത്താളവും കൊമ്പും ഒന്നിനൊന്ന് മികച്ചതായി കുഞ്ഞു കൈകളിൽ താളഗോപുരം തീർക്കുമ്പോൾ സദസ്സ് ഇങ്ങനെയായിരുന്നു. സമരപന്തലിന്റെ മാതൃകയിലുള്ള പഞ്ചവാദ്യവേദി കണ്ടപ്പോൾ തന്നെ മത്സരത്തിനായി എത്തിയ കുട്ടികളുടെ പരിശീലകർ പരാതികളുമായി എത്തി. വാദ്യകലകളോടുള്ള അവഗണനയാണ് ഇത്തരം വേദിയൊരുക്കിയതിലൂടെ തെളിയുന്നതെന്നും ഉപജില്ലാ കലോത്സവത്തിന്റെ നിലവാരം പോലും വേദികൾക്കുണ്ടായില്ലെന്ന് പ്രശസ്ത വാദ്യകലാകാരൻ പാലക്കൽ അജി CCTVയോട് പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിൽ പഞ്ചവാദ്യത്തിൽ പങ്കെടുത്ത 2 ടീമുകൾക്കും A ഗ്രേഡ് ലഭിച്ചു. മികവാർന്ന പ്രകടനത്തിലൂടെ ഇരിങ്ങാലക്കുട ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് പഞ്ചായത്തിന് വരുന്നത്. ഞങ്ങൾ ഈ വർഷം തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ് ഈ പഞ്ചവാദ്യം. പിന്നെ ആദ്യമായിട്ട് വന്ന കാരണം ചെറിയൊരു പേടിയും ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? ആ പരിശീലനം അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. എത്ര മാസം പരിശീലിച്ചു?
2 മാസം 1.5-2 മാസമൊക്കെ ഏകദേശം പിടിച്ച് പരിശീലിച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നല്ല വിശ്വാസം ഉണ്ട്. ഫസ്റ്റ് എടുത്തിട്ട് വരണോ? ആശംസകളും നേരുകയാണ്. താങ്ക് യു സർ. 3 മാസം കൊണ്ടാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിനായി എത്തിയത്. ആദ്യമായിട്ടാണ് ഈ കുട്ടികൾ പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. അവിട്ടത്തൂർ രാകേഷ്, തൃക്കൂർ കുട്ടൻ, കിനൂർ വിവേക് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിനായി ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് ഉണ്ടായത്. ഇരുട്ടിലായിരുന്നു മത്സരം ആരംഭിച്ചതും അവസാനിച്ചതും. ടീം CCTV. UP വിഭാഗം നാടക മത്സരത്തിൽ ഗംഭീര പ്രകടനങ്ങളാണ് കുട്ടിപ്രതിഭകൾ കാഴ്ചവെച്ചത്. 10 നാടകങ്ങൾ അരങ്ങിലെത്തി. സുജിത് ഹുസൈൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച പെപ്പെ എന്ന നാടകം ഒന്നാമതെത്തി. മികച്ച നടനായി പെപ്പെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്വാതികിനെ തെരഞ്ഞെടുത്തു. ഒരു കുട്ടിയും ആട്ടിൻകുട്ടിയും തമ്മിലുള്ള വൈകാരിക അടുപ്പവും കുന്നിടിക്കലും നാട്ടിൻപുറത്തെ കളിമൈതാനങ്ങൾ ഇല്ലാതാകുന്നതും ലളിതസുന്ദരമായി നാടകം അരങ്ങിൽ വരച്ചുകാട്ടി. ബാബു വൈലത്തൂരിന്റെ രചനയിൽ നവീൻ പൈത്തടമാണ് ഈ നാടകം സംവിധാനം ചെയ്തത്. കുട്ടികളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ച നടിയായി ത്രേസ്യ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിദ്യാർത്ഥിനി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച അവതരണവും വ്യത്യസ്ത പ്രമേയങ്ങളും കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങൾ ശ്രദ്ധ നേടി. ടീം CCTV. കലോത്സവ വേദിയിൽ മധുരമൂറും ചോക്ലേറ്റുമായി വനിതകൾ. ഹോംമെയ്ഡായി തയ്യാറാക്കിയ ചോക്ലേറ്റുകൾ കലോത്സവത്തിന്റെ ലോഗോ പതിച്ച കവറുകളിലാക്കി വേദികളിൽ എത്തിക്കുകയാണ്. വൈശ്ശേരി സ്വദേശിനി കൃഷ്ണേന്ദു. ജോസ് മാളേക്കർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷമായി ഹോംമെയ്ഡ് ചോക്ലേറ്റ് നിർമ്മാണ രംഗത്ത് സജീവ സാന്നിധ്യമായ കൃഷ്ണേന്ദു കുന്നംകുളം ആതിഥേയത്വം വഹിക്കുന്ന കലോത്സവത്തിന്റെ ഭാഗമായാണ് മധുരമൂർന്ന ചോക്ലേറ്റ് ലോഗോ പതിച്ച പാക്കറ്റിൽ എത്തിച്ചത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ചോക്ലേറ്റിന്റെ വിൽപ്പന നടത്തിവരാറുള്ളത്. കെസറോ എന്ന ബ്രാൻഡ് നെയിമിലാണ് ചോക്ലേറ്റ് വിപണിയിൽ എത്തിക്കുന്നത്. പൂർണ്ണമായും വീട്ടിലുണ്ടാക്കുന്ന ചോക്ലേറ്റ് പാക്കിംഗ് നടത്തുന്നത് ചിറളയം കിണറിനടുത്തുള്ള ഷോപ്പിൽ ലനിത, മന്യ എന്നീ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ്. ചോക്ലേറ്റ് ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ലനിതയും മന്യയുമാണ് കലോത്സവ വേദിയിലെത്തിയത്. എറണാകുളം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചോക്ലേറ്റ് തയ്യാറാക്കുന്നതെന്ന് ഇരുവരും പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയാണ് ചോക്ലേറ്റിന്റെ വിൽപ്പനയെന്നും ലനിതയും മന്യയും കൂട്ടിച്ചേർത്തു. അത് ഞങ്ങൾ കെസറോ ചോക്ലേറ്റ്സിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തുള്ളതാണ്. കലോത്സവമല്ലേ, അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്ത ചോക്ലേറ്റ് ആണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനാണ്. തുടങ്ങിയിട്ടൊക്കെ 4 വർഷത്തിന്. നമുക്കിപ്പോൾ ഇത് കൂടുതൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഓർഡർ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുന്നംകുളത്ത് ചെറളയത്തിൻ്റെ അടുത്താണ് ഷോപ്പ് വരുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കെസറോ ചോക്ലേറ്റ്സ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അറിയാൻ പറ്റും. വേദികളിൽ ഇവർ നൽകിയ സാമ്പിളുകൾ കഴിച്ചവർക്കെല്ലാം ചോക്ലേറ്റിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണുള്ളത്. കലാപ്രതിഭകളുടെ മിന്നും പ്രകടനം കണ്ട് മനം നിറഞ്ഞവർക്ക് ഇവർ നൽകിയ ചോക്ലേറ്റ് ഇരട്ടി മധുരമായി മാറുകയായിരുന്നു. ടീം CCTV. വഞ്ചിപ്പാട്ട് മത്സരത്തിലെ ഫലം അറിഞ്ഞതോടെ ആനന്ദാശ്രുക്കൾ പൊഴിച്ച് ബദിനി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. വേദി 9 അരങ്ങേറിയ മത്സരത്തിൽ 12 ഗ്രൂപ്പുകളാണ് പങ്കെടുത്തത്. 2 മണിക്കൂർ വൈകി ആരംഭിച്ച മത്സരം ആസ്വാദകർ നിറഞ്ഞ വേദിയിലാണ് നടന്നത്. ആറന്മുള ഇനത്തിലായിരുന്നു മിക്ക ടീമുകളും പാടിയത്. സ്വന്തം തട്ടകത്തിൽ നിന്ന് നേടിയ ഈ വിജയം ഇരട്ടി മധുരമാണെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. കൃഷ്ണനെ തും പറഞ്ഞില്ല കേൾക്ക എന്റെ പ്രാണനാഥ
ടൈറ്റ് ആയിരുന്നു, എന്നാലും നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഏതായിരുന്നു ശൈലി? ഞാൻ ആറന്മുള ശൈലിയായിരുന്നു. ആരാണ് പഠിപ്പിച്ചത്? ഞങ്ങളെ ജിഷ്ണു സാറും പിന്നെ അനന്തു സാറിന് പഠിപ്പിച്ചത്. ആദ്യമായിട്ടാണോ വഞ്ചിപ്പാട്ടിൽ മത്സരിക്കുന്നത്? ഇല്ല, കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. ഈ വർഷം എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടാ, ലാസ്റ്റ് പാടിയതായാലും ഫസ്റ്റ് പാടിയതായാലും എല്ലാ രസമുണ്ടായിരുന്നു. നല്ല മികച്ച ടീമുകൾ തന്നെയായിരുന്നു എല്ലാവരും. ഉപജില്ലയിലെ ഞങ്ങളവിടെ പഠിപ്പിച്ചത് ഞങ്ങളുടെ സ്കൂളിലത്തെ മ്യൂസിക് ടീച്ചർ ശാലി ടീച്ചറാണ്. പിന്നെ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാറിനെ വിളിച്ചത് 14-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പിയാനോ അധ്യാപകന് 29 വർഷം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. എളവള്ളി ചിറ്റാട്ടുകര വടക്കേത്തറ വീട്ടിൽ 56 വയസ്സുള്ള ജോഷി വർഗീസിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 18 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. 2023 സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. 14 വയസ്സുള്ള പെൺകുട്ടിയോട് പിയാനോ ക്ലാസ് നടത്തുന്ന സ്ഥാപനത്തിൽ വെച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പാവർട്ടി പോലീസ് സ്റ്റേഷൻ SI സോമൻ PS രജിസ്റ്റർ ചെയ്ത SID വൈശാഖ് പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 19 സാക്ഷികളെ വിസ്തരിക്കുകയും 35 രേഖകളും തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ ഹാജരായി. ഇനി ഗുരുവായൂർ ഏകാദശി വിശേഷം. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സപ്തമി വിളക്ക് തെളിഞ്ഞു. അഷ്ടമി വിളക്കായ ഞായറാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചു തുടങ്ങും. പുരാതന തറവാട്ടുകാരായ നെന്മിനിമനക്കാരുടെ വകയായാണ് സപ്തമി വിളക്ക് ആഘോഷിച്ചത്. സ്വന്തം പറമ്പിലെ നാളികേരം കൊണ്ട് തയ്യാറാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് വിളക്കു തെളിയിച്ചത്. നെന്മിനിമനയിലെ NC രാമൻ ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് വിളക്ക് ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞ് മേളത്തിന്റെ അകമ്പടിയിൽ ശീവേലി നടന്നു. സന്ധ്യയ്ക്ക് ഭഗവതിക്കെട്ടിന് സമീപം തായമ്പകയും അരങ്ങേറി. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാമത്തെ പ്രദക്ഷിണ സമയത്താണ് വിളക്കുമാടവും ദീപസ്തംഭവും വെളിച്ചെണ്ണയുടെ പ്രഭയിൽ നിറഞ്ഞുകത്തിയത്. വിളക്കാഘോഷത്തിന്റെ 28ാം ദിവസമായ നാളെ പോളിക്കഴെ വാര്യത്ത് കുടുംബം വക അഷ്ടമി വിളക്കാഘോഷമാണ്. അഷ്ടമി വിളക്ക് മുതൽ ഏകാദശി വരെയുള്ള 4 ദിവസം ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളുന്നത്. അഷ്ടമി ദിവസം രാത്രി വിളക്കെഴുന്നള്ളത്തിന്റെ 4ാമത്തെ പ്രദക്ഷിണം മുതലാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക. തിങ്കളാഴ്ച കൊള്ളാടി കുടുംബം വക നവമി നെയ്വിളക്കാഘോഷവും ദശമി ദിനമായ ചൊവ്വാഴ്ച ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വിളക്കാഘോഷവുമാണ്. ഡിസംബർ 11 ബുധനാഴ്ചയാണ് ഏകാദശി ആഘോഷം. ഗുരുവായൂർ ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ഏകാദശി ആഘോഷിക്കുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഉദയാസ്തമന പൂജ നിത്യപൂജയുടെ ഭാഗമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്നും കോടതി വിലയിരുത്തി. ഏകാദശി ദിവസം കൂടുതൽ പേർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഉദയാസ്തമന പൂജ വേണ്ടെന്ന തീരുമാനം കൈക്കൊണ്ടതെന്ന് ദേവസ്വം ഭരണസമിതി ചൂണ്ടിക്കാട്ടി. ഭരണസമിതി തീരുമാനം ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞു. സർക്കാരിന് വേണ്ടി സീനിയർ ഗവൺമെന്റ് ലീഡർ P. രാജ്മോഹനും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ TK വിപിൻ ദാസും ക്ഷേത്രം തന്ത്രിക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് T. കൃഷ്ണനുണ്ണിയും ഹാജരായി. മറ്റു വാർത്തകൾ. ഉദ്യോഗസ്ഥ മേധാവി ഇല്ലാതെ കുന്നംകുളം താലൂക്കിന്റെ പ്രഥമ താലൂക്ക് വികസന സമിതി യോഗം. പ്രധാന വകുപ്പുകളുടെ മേധാവികളോ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരോ പങ്കെടുക്കാതെയാണ് താലൂക്കിന്റെ ആദ്യ വികസന സമിതി യോഗം ചേർന്നത്. പോലീസ്, ഫയർഫോഴ്സ്, താലൂക്ക് ആശുപത്രി, KSEB, വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ തുടങ്ങി പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിലാണ് വികസന സമിതിയുടെ പ്രഥമയോഗം ചേർന്നത്. ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് പരിധിയിലെ KSEB, വാട്ടർ അതോറിറ്റി, കൃഷിനാശം, റേഷൻ കാർഡ്, കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് വിഷയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻപിലുള്ള സീബ്ര ലൈൻ എന്നീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. പ്രശ്നപരിഹാരം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികൾക്ക് നിർദ്ദേശവും നൽകി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായ യോഗത്തിൽ കുന്നംകുളം തഹസിൽദാർ ഹേമ OB, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മം വേണുഗോപാൽ, AV വല്ലഭൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, S ബസന്തലാൽ, ഷോബി TR, രേഷ്മ ES, മീന സാജൻ, K രാമകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ TS, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് മേധാവികൾ എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം.
കുന്നുകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വിജിലൻസിന്റെ 8ഓളം പേരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം സബ് രജിസ്ട്രാർ ഓഫീസിൽ റെയ്ഡിനെത്തിയത്. വിവിധ ഫയൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തി. ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. അനധികൃത മീൻപിടുത്തം നടത്തുന്നുവെന്ന പരാതിയിൽ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും മുനിക്കക്കടവ് തീരദേശ പോലീസിന്റെയും സംയുക്ത സംഘം ബ്ലാങ്ങാട് ബീച്ചിലും കടലിലും മിന്നൽ പരിശോധന നടത്തി. തമിഴ്നാട് കുളച്ചൽ സ്വദേശികളുടെ 6 വള്ളങ്ങളും തിരുവനന്തപുരത്തെ 2 വള്ളങ്ങളും അനുബന്ധ സാധന സാമഗ്രികളും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു പരിശോധന. കടലിന്റെ അടിത്തട്ടിലെ ആവാസയിടങ്ങൾ കൃത്രിമ പാരുകളാൽ നശിപ്പിക്കപ്പെടുന്നെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിലാണ് നടപടി. കണവ പിടിക്കാനാണ് കൃത്രിമ പാര ഉണ്ടാക്കുന്നത്. ഉപയോഗശൂന്യമായ വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കന്നാസുകളും തെങ്ങിൻ കുരഞ്ഞിലും മറ്റും കൂട്ടിക്കെട്ടി പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണൽ നിറച്ച് 25 നോട്ടിക്കൽ മൈൽ ദൂരെ ആഴക്കടലിൽ നിക്ഷേപിച്ചാണ് കണവ് പിടിക്കുന്നത്. ഇവ നിക്ഷേപിച്ച സ്ഥലത്തിന്റെ GPS പൊസിഷൻ രേഖപ്പെടുത്തി സൂക്ഷിച്ച് 2 ആഴ്ചയ്ക്കു ശേഷം ഇതേ സ്ഥലത്ത് ചെന്ന് ചൂണ്ടയിട്ട് കണവ് പിടിക്കുന്നതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ ആഴക്കടലിൽ നിരവധിയിടങ്ങളിൽ അനധികൃത കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ സുഗമമായി മത്സ്യബന്ധനം നടത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും വലകൾ കൃത്രിമ പാരുകളിൽ കുടുങ്ങി നശിച്ച് വൻ നഷ്ടമുണ്ടാകുന്നതായും പരാതിയുണ്ട്. കൃത്രിമ പാരുകൾ കടലിൽ മലിനീകരണം ഉണ്ടാക്കുകയും കടൽ ജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിപ്പിക്കുകയും മത്സ്യലഭ്യത കുറയ്ക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശിയുടെ മത്സ്യബന്ധന യാനത്തിൽ നിന്നും നിയമപരമായ അളവിൽ കൂടുതലുള്ള ഹാർബർ മാസ്റ്റർ വലകൾ പിടിച്ചെടുത്തു. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നടപടികൾ പൂർത്തീകരിച്ച് ആകെ 4.37 ലക്ഷം രൂപ പിഴ ചുമത്തി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെയും കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ലോഫിരാജിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് വള്ളങ്ങളും അനുബന്ധ ഉപകരണങ്ങളും കൃത്രിമ പാര് നിർമ്മിക്കാൻ കൊണ്ടുപോയ വസ്തുക്കളും പിടിച്ചെടുത്തത്. CCTV ന്യൂസ് ചാവക്കാട്. ഡിസംബർ 16, 17, 18 തീയതികളിൽ കേച്ചേരിയിൽ നടക്കുന്ന CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കേച്ചേരി ആളൂർ റോഡിൽ സജ്ജമാക്കിയ സംഘാടക സമിതി ഓഫീസ് കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TC സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PR ജയൻ, സച്ചിൻ പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിൽ പുതിയ ഡയാലിസിസ് മെഷീന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി തൃശൂർ സെൻട്രൽ കൗൺസിലിന്റെ ഡയാലിസിസ് പദ്ധതിയുടെ ഭാഗമായും വെണ്ടോർ ഇടവക ദേവാലയത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചും ആശുപത്രിയിലേക്ക് സംഭാവനയായി ലഭിച്ച മെഷീന്റെ വെഞ്ചരിപ്പ് കർമ്മം വെണ്ടോർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പൊന്നോലിപറമ്പിൽ നിർവഹിച്ചു. ചൂണ്ടൽ സാൻതോം പള്ളി വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി സ്വിച്ച് ഓൺ കർമ്മം നടത്തി. തുടർന്ന് ഫാദർ സനോജ് അറങ്ങാശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഫാദർ ജോസ് പുന്നോലിപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ജോസ് മഞ്ഞളി, വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി പ്രസിഡന്റ് മനോജ് വെള്ളാനിക്കാരൻ, മേട്രൺ സിസ്റ്റർ ജസ്ന എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി അംഗങ്ങൾ, ഡോക്ടേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചൂണ്ടൽ സാൻതോം ഇടവകയിൽ നിന്നുള്ള നിർധന രോഗികൾക്കായുള്ള ധനസഹായം വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി സിസ്റ്റർ ചെറുപുഷ്പത്തിന് കൈമാറി. CCTV ന്യൂസ് കേച്ചേരി. കീഴ്ത്തളി ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ച ദേശവിളക്ക് മഹോത്സവം ആഘോഷിക്കും. വറവട്ടൂർ മാധവൻ വെളിച്ചപ്പാടും സംഘവുമാണ് വിളക്ക് സംഘം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനമുണ്ടാകും. വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമം നടത്തി. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നടത്തിയ സംഗമം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം നവാസ് ചടവലങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഷമീറ നാസർ, ട്രഷറർ ഹസീന സലീം, MN സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിന് മുന്നോടിയായുള്ള പ്രതിഷേധ പ്രകടനം പെരുമ്പിലാവിൽ നിന്നും അക്കികാവ് ജംഗ്ഷൻ ചുറ്റി പട്ടാമ്പി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. MH റഫീഖ്, മുജീബ് പട്ടേൽ, മൊയ്തീൻ ബാവ, അബ്ദുൽ ഹയ്യ്, PS ഷംസുദ്ദീൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കടകമ്പൽ ബണ്ട് പൊട്ടി കൃഷി നശിച്ച താമരവട്ടം കോൾപ്പടവിൽ ബണ്ട് വരമ്പിന്റെ താൽക്കാലിക പുനർനിർമ്മാണം പുരോഗമിക്കുകയാണ്. വൈക്കോൽ കെട്ടുകളും മണ്ണുചാക്കുകളും നിരത്തിയാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. പടവിലെ വെള്ളം വറ്റിക്കാനായി പമ്പിംഗ് പുനരാരംഭിച്ചു. ആദ്യം ബണ്ട് പൊട്ടിയ വാവേക്കർ കോൾപ്പടവിൽ പുനർനിർമ്മാണം തുടങ്ങാനായില്ല. ഈ ഭാഗത്ത് 100 അടി തോടിന്റെ വരമ്പ് പൂർണ്ണമായും തകർന്നതിനാൽ പുനർനിർമ്മാണം വൈകും. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിൽ വെള്ളം വറ്റിക്കാനായി പമ്പിംഗ് ഊർജിതമാക്കി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ബണ്ട് വരമ്പ് ഉയർത്തിയിട്ടുണ്ട്. വാവേക്കർ താമരവട്ടം കോൾപ്പടവുകളിലാണ്
വെള്ളിയാഴ്ച വൈകിട്ടോടെ ബണ്ട് പൊട്ടിയത്. ഞാറുനട്ട പാടങ്ങൾ ഇതോടെ വെള്ളത്തിലായി. വാവേക്കർ കോൾപ്പടവിലാണ് ആദ്യം ബണ്ട് പൊട്ടിയത്. ഇവിടെ വെള്ളം നിറഞ്ഞതോടെ സമീപത്തെ താമ്രവട്ടം കോൾപ്പടവിലും ബണ്ട് വരമ്പ് പൊട്ടി വെള്ളം ഒഴുകുകയായിരുന്നു. ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് കോൾപ്പടവിൽ ഉണ്ടായത്. കൃഷി ഇറക്കിയ 90 ഏക്കറോളം സ്ഥലത്താണ് വെള്ളം ഒഴുകി കൃഷി നശിച്ചത്. ചാവക്കാട് നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നമ്പർ വിതരണം ചെയ്തു. ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന ചടങ്ങ് SI AU മനോജ് വിതരണം ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് KA ജയതിലകന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നഗരസഭാ ഉപാധ്യക്ഷൻ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ഫെഡറേഷൻ INTUC റീജിയണൽ പ്രസിഡന്റ് MS ശിവദാസ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി TS ദാസൻ, മനോജ് കുറുക്കപ്പറമ്പിൽ, AK അലി, ജാഫർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ എല്ലാ ഓട്ടോറിക്ഷകളുടെയും രേഖകൾ പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയിരുന്നു. 201 പേർക്കാണ് നമ്പർ വിതരണം ചെയ്തത്. രണ്ടാം ഘട്ട വിതരണം അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നും നഗരത്തിൽ സർവീസ് നടത്തുന്ന എല്ലാ ഓട്ടോറിക്ഷകളും ജനുവരി 1 മുതൽ പുതിയ നമ്പർ രേഖപ്പെടുത്തി വേണം നിരത്തിലിറങ്ങേണ്ടതെന്നും SI പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വെള്ളാട്ടിഞ്ഞൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ സ്കൂൾ ലെവൽ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കിയ വെള്ളാട്ടിഞ്ഞൂർ പുറത്തൂർ ഷാജു ജിൻസി ദമ്പതികളുടെ മകൻ ജിയോ ഫ്രാൻസിസിനെ ആദരിച്ചു. വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക് MG, KSU വേലൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു, മണ്ഡലം യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ഫ്രാൻഡോ ഫ്രാൻസിസ്, ജിൻസൺ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. KM ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, വികാസ് ഇടക്കാട്ട് സെക്രട്ടറി, അശോകൻ മാമ്പറ്റ് ട്രഷറർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. സമിതിയുടെ 20ാം വാർഷികവും നക്ഷത്രക്കാവ് രൂപീകരണത്തിന്റെ 15ാം വാർഷികവും ആഘോഷിക്കാൻ യോഗം തീരുമാനിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി സുധീഷ് കണ്ടംപുള്ളി ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുത്തു. കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ശ്രാദ്ധ ഓർമ്മദിനത്തിൽ പങ്കെടുക്കാനായി ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെത്തി. കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ്, മറ്റ് മെത്രാപ്പൊലീത്തമാർ, സഭാ ഭാരവാഹികൾ, വൈദികർ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പുത്തൻകുരിശ് ശ്രേഷ്ഠ ബാവയുടെ കബറിടത്തിലെത്തി ധൂപപ്രാർത്ഥനയും നടത്തി. തിങ്കളാഴ്ച പുത്തൻകുരിശ് മോർ അത്താനേഷ്യസ് കത്തീഡ്രലിൽ രാവിലെ 8:30 ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ 40ാം ഓർമ്മദിനത്തിൽ പാത്രിയാർക്കീസ് ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഓർമ്മദിന ശുശ്രൂഷകളിൽ സംബന്ധിക്കും. ഞായറാഴ്ച പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ നടക്കുന്ന എപ്പിസ്കോപ്പൽ സുന്നഹാദോസിൽ അധ്യക്ഷത വഹിക്കും. കേച്ചേരിയിൽ നടന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ അവലോകന യോഗം ചേർന്നു. ആളൂർ അഹമ്മദിയ മിഷൻ ഹൌസിൽ നടന്ന പ്രാദേശിക അവലോകന യോഗത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രാദേശിക കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി. മൗലവി സൈനുൽ അബ്ദീൻ, മൗലവി ഗുലാം അഹമ്മദ്, യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, താജുദ്ദീൻ, അബ്ബാസ്, റസീന അൻസാർ എന്നിവർ സംസാരിച്ചു. ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ നവംബർ 24 കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിലാണ് തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7100 രൂപ, സ്വർണം പവന് 56,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചെറുവൻ ചാലശ്ശേരി കവക്കോട് താമസിക്കുന്ന മങ്ങാട്ട് വീട്ടിൽ അച്യുതൻ നായർ ഭാര്യ പാറക്കുട്ടി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്ത് നടന്നു. മനോജ്, ജിനു എന്നിവർ മക്കളാണ്. പയ്യൂർക്കാവ് ഗ്രാമം വടക്കുംചേരി ശങ്കരൻകുട്ടി മകൻ ചന്ദ്രൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. മാലതി ഭാര്യയാണ്. പ്രബീഷ്, പ്രീതി, പ്രജീഷ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. 4 ദിനങ്ങളിൽ കുന്നംകുളത്ത് കലയുടെ ആരവം തീർത്ത തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുന്നു. കിരീടം ഉറപ്പിച്ച് തൃശൂർ ഈസ്റ്റ്. വിധി നിർണയത്തെ ചൊല്ലി വ്യാപക പ്രതിഷേധങ്ങൾ. 14-കാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ പിയാനോ അധ്യാപകന് 29 വർഷം കഠിന തടവിന് ശിക്ഷിച്ച് കോടതി. ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. ബ്ലാങ്ങാട് ബീച്ചിലും കടലിലും ഫിഷറീസ് വകുപ്പിന്റെയും മുനക്കക്കടവ് തീരദേശ പോലീസിന്റെയും മിന്നൽ പരിശോധന. വള്ളങ്ങളും അനുബന്ധ സാമഗ്രികളും പിടിച്ചെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.